തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ ട്രെയിലറും ടീസറൊക്കെ കണ്ടു, വളരെ പ്രോമിസിങ് ആയിരുന്നു. രണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് മലയാളത്തിൽ ഹൊറർ സിനിമകൾ അങ്ങനെ വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഹൊറർ സിനിമകൾ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രണ്ട് പോയിന്റും ഈ രണ്ട് എലമെൻറ്റും പോസിറ്റീവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറം എന്താണ് മലയാളികൾക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നത്? ഇല്ല, എസ്ര ഒരു തീർച്ചയായിട്ടും ഒരു ഹൊറർ സിനിമ ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ജോണറിൽ ഒരു ക്ലാരിറ്റി കുറവും ഇല്ലാതെ പെടുത്താൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ആ സിനിമ കുറച്ചുകൂടി നന്നായിട്ട് ആസ്വദിക്കണമെങ്കിൽ അതൊരു സിനിമയായിട്ട് കാണണം. ഞാനൊരു ഹൊറർ സിനിമ കാണാൻ പോകുന്നു എന്ന് വിചാരിച്ച് കാണാതെ അതൊരു സിനിമയായിട്ട് കാണണം. കാരണം അഫ്കോഴ്സ് അതൊരു ഹൊറർ സിനിമയാണെങ്കിലും ഭയപ്പെടുത്തുന്ന സീനുകളും മൊമെൻറ്റ്സും ഒക്കെ സിനിമയിലുണ്ടെങ്കിലും ഒരു വലിയ കഥ പറയുന്ന സിനിമയാണ്. ഓൾമോസ്റ്റ് ഒരു നൂറ്റാണ്ടിൻ്റെ സ്പാനുള്ള ഒരു കഥ പറയുന്ന സിനിമയാണ്. ആൻഡ് അതിൻ്റെ പ്ലോട്ട് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നതും ഒക്കെ വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടാണ്. ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻഫാക്ട് ഈ സിനിമയിൽ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മുൻവിധികളില്ലാതെ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി കണ്ടാലായിരിക്കും എസ്ര കുറച്ചുകൂടി നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കുക. എന്നെ എസ്രയിലേക്ക് ആകർഷിച്ചത് അതൊരു ഹൊറർ സിനിമ ആയതുകൊണ്ടും മലയാളത്തിൽ അങ്ങനെ ഹൊറർ എന്ന് പറയുന്ന ജോണർ അങ്ങനെ വളരെ എന്താ പറയുക സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു സിനിമ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല എന്നെ ആകർഷിച്ചത്. ഐ വാസ് ട്രൂലി ഇംപ്രസ്ഡ് വിത്ത് വാട്ട്സ് ഓൺ പേപ്പർ. അതിൻ്റെ കഥയും അതിൻ്റെ തിരക്കഥയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദെൻ ഞാൻ ഈ കഥ ഞാൻ കേൾക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നേ ഞാൻ എൻ്റെ ഡയറക്ടർ ജയകൃഷ്ണനോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര പുതിയതാണത്, പക്ഷേ എൻ്റെ ഡേറ്റ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പം മേ ബി നമ്മൾ ഈ സിനിമ ചെയ്യുന്ന സമയം ആകുമ്പോഴേക്കും ഇതുപോലെയുള്ള 1-2 സിനിമകൾ മലയാളത്തിൽ വന്നാൽ ഇത് അപ്രസക്തമായി പോകില്ലേ എന്ന് ഞാൻ അന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു ഇറ്റ്സ് ഓക്കെ, ഐ മീൻ നോക്കാം. പക്ഷേ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയത് അങ്ങനൊരു സിനിമ വന്നിട്ടില്ല. പലപ്പോഴും മലയാളത്തിൽ നമ്മൾ ഹൊറർ കൈകാര്യം ചെയ്യുമ്പോൾ എൻ്റെ തന്നെ കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള ഹൊറർ സിനിമകൾ എടുത്തു നോക്കിയാൽ ഒരു കോമിക് ട്രാക്ക് ഉണ്ടാവും, ഒരു സേഫ്റ്റി നെറ്റായിട്ട്. അതായത് ആൾക്കാർ പേടിച്ചില്ലെങ്കിൽ എന്നാൽ ചിരിക്കട്ടെ എന്ന് ഒരു കോമിക് ട്രാക്ക്, ഒരു സേഫ്റ്റി നെറ്റായിട്ടുണ്ടാവും. പക്ഷെ ഇതിനതില്ല. ഇതൊരു ഇൻഫാക്ട് അതിനുള്ള സമയം സിനിമയിലില്ല, ആൻഡ് അതിനുള്ളൊരു സ്പേസ് ഇതിൻ്റെ നെറേറ്റീവിലും ഇല്ല, അതിനൊരു ആവശ്യവുമില്ല. ഇത് നമ്മൾ ഇൻ്റർനാഷണലി പരിചയിച്ച ഹൊറർ സിനിമകളെ പോലെ ഈ പാരനോർമൽ പ്രസൻസ് ആണ് ഇതിൻ്റെ കേന്ദ്ര ഒരു കഥാ തന്തു. അപ്പം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വേറെ എങ്ങോട്ടും ഡിവേറ്റ് ചെയ്യാതെ തന്നെ പോകുന്നൊരു സിനിമയാണ്. ഇതിലൊരു കഥയുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹോളിവുഡ് സിനിമകൾ, കോൺചറിങ് ആണെങ്കിലും ലൈറ്റ്സ് ഔട്ട്, അത്തരം മൂവീസ് മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾക്ക് എപ്പോഴും മലയാള സിനിമയാകുമ്പോൾ അതിലൊരു കഥ വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മലയാളത്തിലെ ഇത്തിരി പേടിപ്പെടുത്തുന്ന സിനിമകൾ അല്ലെങ്കിൽ സൂപ്പർ നേച്ചുറൽ എലമെൻറ്റ്സുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ, ആദ്യം മുതലുള്ള സിനിമകൾ എടുത്ത് നോക്കിയാൽ, ഭാർഗവി നിലയായാലെങ്കിലും ശ്രീകൃഷ്ണ പരുന്താണെങ്കിലും വീണ്ടും ലിസാണെങ്കിലും അതിലൊക്കെ ഒരു കഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലേ മലയാളികൾക്കൊരു കഥ വേണം, ആ ഒരു പശ്ചാത്തലം വേണം, മലയാളത്തിലൊരു ഒരു കംപ്ലീറ്റ് ഒരു കഥ വേണം. പശ്ചാത്തലം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ ആക്ച്വലി നന്നായി. കാരണം അതിൽ ഭയങ്കര പുതുമയുണ്ട് എസ്രയിൽ. കാരണം ഇതിനോടകം എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ജൂയിഷ് ഹിസ്റ്ററി ഉണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട്. അത്തരത്തിൽ ഒരു പശ്ചാത്തലത്തിൽ കഥ പറയണമെങ്കിൽ ഇന്ത്യയിൽ 2 സ്ഥലങ്ങൾക്ക് അതിന് ഒരു സ്പേസ് ഉള്ളൂ. ഒന്ന് കേരളവും മറ്റൊന്ന് ഗോവയും. ഇവിടെ 2 സ്ഥലങ്ങളിലാണ് എന്തെങ്കിലും തരത്തിലൊരു ജൂയിഷ് സെറ്റിൽമെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു സിനിമയെ പറ്റി ആരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് ശരിക്കും ഭയങ്കര സർപ്രൈസിങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ഈ സിനിമയിൽ. ചേന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂയിഷ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരിയിൽ ഇവർ ട്രേഡ് നടത്താൻ വരുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ചേന്ദമംഗലത്തിൽ താമസിച്ച് മട്ടാഞ്ചേരിയിൽ ഒന്ന് ജോലി ചെയ്ത് തിരിച്ച് വാട്ടർവേസിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജൂയിഷ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി വളരെ ഹെൽത്തി ആയിട്ട് കേരളത്തിൽ നിന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഈ സിനിമയിൽ ഉണ്ട്. അതെ, ഒരു ഹിസ്റ്ററി ഉണ്ട്, അതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ഈ സിനിമയെ പറ്റി ഇപ്പോൾ എത്ര പറഞ്ഞാലും അതൊരു സിനിമ എന്നുള്ള രീതിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ രഞ്ജൻ അല്ലേ കഥാപാത്രം, നമ്മളെ ഒരു സംവിധായകൻ വന്ന് നമ്മളോട് കഥ പറയുന്ന സമയത്ത് നമുക്കതിൽ എന്തെങ്കിലും ചാലഞ്ചിങ് ആയി തോന്നണം. സിനിമ അങ്ങനെ ആയിരിക്കണം, ക്യാരക്ടറും അങ്ങനെ ആയിരിക്കണം. എനിക്ക് നിർബന്ധമില്ല, എനിക്ക് സിനിമ നന്നായാൽ മതി. അത് ശരി, കഥാപാത്രത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇല്ല, അത് എനിക്ക് അങ്ങനെ വലിയ ഇതിൽ എനിക്ക് എന്ത് ഫലിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം എനിക്ക് വലിയ പ്രസക്തമല്ല. എനിക്ക് സിനിമ നല്ല സിനിമ ആയിരിക്കുമോ, ഇതിൽ ഇപ്പം എൻ്റെ 10-50 ദിവസം മുടക്കി ഞാൻ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് ഇസ് ഇറ്റ് വർത്ത് ബീയിങ് മെയ്ഡ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. എനിക്കതിൽ
ഒരു മോശം തിരക്കഥയിൽ ഗംഭീര അഭിനയ സാധ്യതയുള്ളൊരു കഥാപാത്രമായിട്ട് ആരെങ്കിലും വന്നാൽ ഞാൻ ആ സിനിമ ചെയ്യില്ല. നമുക്കറിയാം ഈ സിനിമ ക്രിസ്മസിന് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു, പക്ഷെ ഇത്രയും നീണ്ടുപോയി, ഫെബ്രുവരിയിലെത്തി. ഇത് നീണ്ടുപോയതിനനുസരിച്ച് മറ്റു സിനിമകളും അതിൻ്റെ ഷൂട്ടിങ്ങും ഒക്കെ മുടങ്ങി. അതിനുശേഷം വീണ്ടും വരുന്ന സിനിമകൾ വീണ്ടും താമസിക്കുകയാണ്. അപ്പോൾ ഒരു സിനിമയോട് കുറച്ചും കൂടി ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലയിൽ ഒരു ആക്ടർ മാത്രമല്ല, ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ ഈ സിനിമാ സമരങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? നമുക്കൊരു ശാശ്വത പരിഹാരം അതിന് വേണ്ടേ? ഇപ്പോൾ കഴിഞ്ഞു, ശരിയാണ്. ആ സമരം കാരണം ഉണ്ടായ നഷ്ടം അത് അവിടെ തന്നെ നിലനിൽക്കും. അത് നമുക്കിനി മേക്കപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്? സംവിധായകൻ എന്നുള്ള ഒരു റോളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. സംവിധായകന് കുറച്ചും കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും, അതിനൊരു കോൺഫിഡൻസ് വേണം. ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഏരിയ എങ്ങനെയാണ്? ഒരു സിനിമ എൻ്റേതായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ എൻ്റെ സിനിമകൾക്കും മറ്റ് സിനിമകൾക്കും എല്ലാം ഞാൻ കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കും, ഇത് ഞാൻ ചെയ്താൽ ഞാൻ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വളരെ ആദർശമായിട്ട് സംഭവിച്ചതാണ്. കാരണം ഈ ടിയാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് വൈകുന്നേരങ്ങളിൽ മുരളി ഞാനും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ സിനിമ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ മുരളിയുടെ മനസ്സിലുള്ളൊരു വിഷയം, ലാലേട്ടൻ അഭിനയിക്കേണ്ട ഒരു വിഷയം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഓഫ് ഹാൻഡ് ചോദിച്ചു, നന്നായിട്ട് ഇത് ആരാ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മുരളി ഇങ്ങോട്ട് ചോദിച്ചു, ഡയറക്റ്റ് ചെയ്യുന്നോ എന്ന്. അങ്ങനെ സംഭവിച്ചാണ്. അതെ, അല്ലാതൊരു മനസ്സിലൊരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ലേ ഒരു സിനിമ? തീർച്ചയായിട്ടും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് അത് പ്ലാൻഡ് ആയിരുന്നില്ല. അത് അങ്ങനെ ഒരു വൈകുന്നേരം സംഭവിച്ച ഡെവലപ്മെന്റ് ആണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഈ സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതൊരു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണോ ചിന്തിക്കുക, അതോ സ്വന്തം ഭാഗത്തു നിന്നാണോ ആ സിനിമ കാണാൻ ശ്രമിക്കുന്നത്? എല്ലാ സംവിധായകരും അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആണ് ചെയ്യാറുള്ളത്. അത് പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടാൽ നല്ലത്, അങ്ങനെ ഇഷ്ടപ്പെടാവുകയും ഉണ്ടാകാം. ഇതിനൊരു ഫുൾ പ്രൂഫ് ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓരോ പ്രാവശ്യവും ഇതാണ് പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നതെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു ഫോമുല ഉണ്ടായിരുന്നെങ്കിൽ ആരും വിജയിക്കാത്ത സിനിമകൾ ചെയ്യില്ലല്ലോ. എല്ലാവരുടെയും എല്ലാ സിനിമകളും വിജയിച്ചേനെ. അതല്ലല്ലോ, ദാറ്റ്സ് നോട്ട് ദ കേസ്. അപ്പോൾ എനിക്കും അങ്ങനെയാണ്. ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ബോധിച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ഞാൻ ചെയ്യുക. അത് പ്രേക്ഷകന് ഇഷ്ടപ്പെടണേ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്രേ ഉള്ളൂ. നമ്മൾ എസ്രയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമ്മൾ സിനിമയിൽ പറയുന്നത് ഒരു സൂപ്പർ നേച്ചുറൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ പറ്റിയാണ്. പ്രേതം, ദുരാത്മാക്കൾ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഹൊറർ സിനിമകളിലൂടെ പറയുന്നത്. നിങ്ങളുടെ ഷൂട്ടിങ്ങിനിടയിൽ തന്നെ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? എങ്ങനെയാണ്? പ്രത്യേകിച്ച് എന്താ ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ പറയുന്നുണ്ട്, പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്, ഫിസിക്സിലെ ചില ഏരിയാസൊക്കെ പറയുന്നുണ്ട്. അത്തരം എലമെൻറ്റ്സ് എവിടെയൊക്കെയോ ഉണ്ട്, നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത 3D കാഴ്ചകൾക്ക് അപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ വിശ്വസിക്കുന്നത്, എങ്ങനെ എടുക്കുന്നത്? എനിക്കങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. അതിൽ വിശ്വസിക്കുന്നവരെ ഞാൻ കളിയാക്കുകയല്ല. പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ ആക്ച്വലി ഒരു തമാശയായിട്ടാണ് തോന്നാറുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനിലും ഞാനന്ന് ലൊക്കേഷനിലെത്തിയപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി, പറയുന്ന ആൾക്കാർ അതിൽ വിശ്വസിച്ച് ശരിക്കും ഭയപ്പെട്ടാണ് പറയുന്നത്. അപ്പോൾ അത് അവരുടെ, അങ്ങനെ അതിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഇറ്റ്സ് യുവർ ചോയ്സ്. എനിക്കങ്ങനൊരു വിശ്വാസമില്ല ഇതിൽ. ഈ സിനിമയുടെ ഒരു മേക്കിങ്ങിനെ പറ്റി, അതിലുപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നോളജിയൊക്കെ പറ്റി തുടക്കത്തിൽ പറയുകയുണ്ടായി. നമ്മളെല്ലാവരും ട്രെയിലറിൽ കൂടെ കാണുന്നതുമാണ്. അപ്പോൾ പുതിയൊരു സംവിധായകനാണ് JK. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അയാളൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സംവിധായകനാണെന്ന് തോന്നുന്നുണ്ടോ? സുജിത്തിന്റെ ഒരു കഴിവ് നമ്മൾ എടുത്തു പറയേണ്ടത്, അതിൻ്റെ ഒരു ക്യാമറമാൻ ഒരു വിഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് പറ്റുക. ഓഫ്കോഴ്സ് അതിൽ ഒരു വലിയ വ്യത്യാസം ക്യാമറമാൻ്റെ മിടുക്ക് കൊണ്ടുവരും. പക്ഷേ ഇത് ഈ വിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഡയറക്ടറാണ്. അപ്പോൾ അതിൽ ജയകൃഷ്ണന് വളരെ ക്ലാരിറ്റി ഉള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയെക്കുറിച്ച്. ഇങ്ങനെയാണ് ഈ സിനിമ, ഇതാണ് വേണ്ടത്, അത് രഞ്ജൻ ഇങ്ങനെയാണ്, പ്രിയ ഇങ്ങനെയാണ്, അവർ താമസിക്കുന്ന വീട് ഇങ്ങനെയാണ്, എസ്ര ഇങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു വിഷൻ ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റിയാണ് ഒരു സംവിധായകൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതില്ലാതെ വരുമ്പോഴാണ് സിനിമയ്ക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നത്. ജയകൃഷ്ണൻ ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പറയേണ്ട കഥ ഏത് രീതിയിലാണ് പറയേണ്ടത് എന്നുള്ളതിനെ പറ്റിയും ഒരു സംശയങ്ങളും, അതെ, ബേസിക്കലി അതാണ് ഞാൻ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സിനിമയ്ക്ക് ഒരു കഥയുണ്ട്, അതെങ്ങനെ പറയണം എന്ന സംവിധായകന് നല്ല ബോധ്യം വേണം. ഒരു സിനിമയിൽ ഒരുപാട് സീനുകളുണ്ട്, ഓരോ സീനിലും ഒരു കഥയുണ്ട്. ആ കഥ എങ്ങനെ പറയണം,
എന്ന് നല്ല ബോധ്യം വേണം. ഓരോ സീനിൽ ഒരുപാട് ഷോട്ടുകളുണ്ട്, ഓരോ ഷോട്ടിലും ഒരു കഥയുണ്ടാവും. ആ കഥയും എങ്ങനെ പറയണം എന്നറിയണം. അതാണ് ഫിലിം മേക്കിംഗ്, അവിടെ തീരുന്നു. അല്ലാതെ ഈ ഇന്ന ലെൻസ് ഇട്ടാൽ ഇതാണ് മിനിമം ഫോക്കസ് എന്നോ അല്ലെങ്കിൽ സൂമിന്റെ ഫുൾ ഓപ്പൺ അപ്പർച്ചർ ഇതാണെന്നോ ഒന്നും സംവിധായകൻ അറിയേണ്ട കാര്യമില്ല. എസ്ര എന്നുള്ളൊരു വേർഡ് ഇതൊരു ജൂത വേർഡ്, ജൂയിഷ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് നമ്മുടെ സിനിമയിൽ അതൊരു കഥാപാത്രത്തിന്റെ പേരാണ്. ആക്ച്വലി എബ്രഹാം എസ്ര എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ പേരാണ്. ആ ക്യാരക്ടർ സിനിമയിൽ വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഐ തിങ്ക് ഹീബ്രുവിൽ എസ്ര മീൻസ് ഹെൽപ്പ് ആണോ, ഐ എം നോട്ട് ടു ഷുവർ, അങ്ങനെ എന്തോ ആണ്. ക്രൈ ഫോർ ഹെൽപ്പ്. അതെ. ഓക്കെ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പ്രതീക്ഷ തരുന്നുണ്ട് സിനിമയുടെ. പക്ഷേ ഇറ്റ്സ് ഓൾസോ ഫെയർലി കോമൺ നെയിം. അന്നത്തെ കാലത്ത് ജ്യൂസിന്റെ ഇടയിൽ എസ്ര, ഒരുപാട് എസ്രാസ് ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. ഇപ്പം അടിക്കടി സിനിമകൾ ചെയ്യുന്നതാണ്. പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഊഴം കഴിഞ്ഞു, എസ്ര വരുന്നു, ടിയാൻ വരുന്നു, അങ്ങനെ. അപ്പോൾ ഈ നമ്മളെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന വ്യക്തികൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്, നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്, നമ്മൾ മാറ്റം വരുത്താറുണ്ട്. കഥാപാത്രങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ? കഥാപാത്രങ്ങൾ സംവിധായകൻ്റെ സൃഷ്ടിയാണ്, അതിൽ നിന്ന് എന്തെങ്കിലും പാഠം ഉൾക്കൊള്ളുകയോ? തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ പോലെ തന്നെ കഥാപാത്രങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളും നമ്മളിപ്പോൾ ഒരു പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ലൈഫിൽ അന്ന് നമുക്ക് തോന്നിയ ഒരു കാര്യം, അല്ലെങ്കിൽ ആ സിനിമയിൽ ആ സീനിൽ അഭിനയിച്ചപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം ഒക്കെ നമുക്ക് പിന്നീട് വേറൊരു തരത്തിൽ വേറൊരു സ്ഥലത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് നമുക്ക് ലൈഫിലും അങ്ങനെയാണ്, സിനിമയിലും അങ്ങനെയാണ്. ചില ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്കിങ്ങനെ പറയുന്ന ചില ഡയലോഗുകൾ, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ചില മുഹൂർത്തങ്ങൾ, കാണുന്ന അല്ലെങ്കിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് സംബന്ധമായിട്ട് കാണുന്ന ചില കാഴ്ചകളിലൊക്കെ നമ്മൾക്കൊരു പ്രൊഫൗണ്ടായിട്ട് നമ്മളെ ഒരു എന്താ പറയുക, നമ്മളൊരു അടിച്ചേൽപ്പിക്കുന്നൊരു തോന്നലുണ്ടാവും. ഓ ഇത് 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 ഞാൻ ഇന്ന് കണ്ടു, അല്ലെങ്കിൽ ഇതെനിക്ക് ഇന്ന് ഞാൻ ഫീൽ ചെയ്തു എന്ന് നമുക്ക് തോന്നും. അങ്ങനെ അടുത്ത കാലത്ത് ഞാൻ ചെയ്തത് ഇതാണ്. ടിയാൻ എന്ന് പറഞ്ഞ സിനിമയിലെ അസ്ലൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. എസ്ര തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു വിജയം, അതിന് കഴിഞ്ഞാലുള്ള പുതിയതായി ടിയാൻ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ടിയാൻ വരുന്നു, പിന്നാലെ ലൂസിഫർ എന്നുള്ള സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇനി അങ്ങോട്ട് കുറച്ചുനാൾ മലയാളി പ്രേക്ഷകർക്ക് വലിയ വലിയ പ്രതീക്ഷകൾ തരുന്നുണ്ട് പൃഥ്വിരാജ്. ഞാൻ വേറെ ഒരു പ്രതീക്ഷ ഞാൻ തരുന്നില്ല. ഞാൻ തരുന്ന പ്രതീക്ഷ ഇതേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന സിനിമകൾ എൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഞാൻ എൻ്റെ പരമാവധി കഷ്ടപ്പെടും. എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന സിനിമകൾ തിയേറ്ററിൽ കാണാൻ വരുമ്പോൾ അതൊരു എന്താ പറയുക, ഒരു വർത്ത് വൈൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, സിനിമ കുഴപ്പമില്ല, കാണാൻ കൊള്ളാം എന്ന് വേറെ മിനിമം അങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് എൻ്റെ സിനിമകൾ കാണാൻ വരുന്ന പ്രേക്ഷകരിലേക്ക് ഞാൻ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ ഞാൻ ഗ്യാരണ്ടിയൊന്നും തരുന്നില്ല. പക്ഷേ എൻ്റെ ശ്രമങ്ങൾക്കൊരു കുറവുണ്ടാവില്ല. ഞാനൊരു എന്താ പറയുക, ഞാൻ ഉഴപ്പിയത് കൊണ്ടൊരു സിനിമ നന്നാവാതിരിക്കില്ല, അത് ഗ്യാരണ്ടി. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.